നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പാപം ചെയ്താൽ ലോകത്തിൻ്റെ കണ്ണിൽ എന്നും നമ്മൾ തെറ്റുകാരായിരിക്കും, അല്ലെങ്കിൽ പാപികളായിരിക്കും. ഒരുപക്ഷെ നമ്മൾ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ നമ്മുടെ മരണശേഷവും ഈ ലോകക്കാർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. വചനത്തിൽ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. നമ്മളെ കുറ്റപ്പെടുത്തുന്നവരും നമ്മളെ നിന്ദിക്കുന്നവരും ഒക്കെ എല്ലാവരും പാപികളാണ്. പക്ഷേ ഈ പാപത്തിൽ നിന്നും ഒരു മോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ്, ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, ഇനി അത് ആവർത്തിക്കത്തില്ല എന്ന് ഏറ്റുപറഞ്ഞ് നമ്മൾ ദൈവഹിതപ്രകാരം മുന്നോട്ട് നീങ്ങുവാണെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. ഈ ലോകത്തിലെ കണ്ണുകൾ നമുക്ക് നേരെ ആ തെറ്റായിട്ട് നമ്മളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നീ തെറ്റ് ചെയ്തവനാണെന്ന് പറഞ്ഞ് നമ്മളെ ക്രൂശിക്കുമ്പോൾ, നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ദൈവഹിതപ്രകാരം മുന്നോട്ട് നീങ്ങുന്നവർക്ക് പാപമോചനം ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ നമുക്ക് ദൈവത്തോട് ഏറ്റുപറയാം. നമ്മൾ ചെയ്ത പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയാം. ഇനി ഒരിക്കലും ആ തെറ്റുകൾ അല്ലെങ്കിൽ ആ പാപങ്ങൾ ആവർത്തിക്കത്തില്ല കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ ലംഘനം ക്ഷമിക്കുന്ന, പാപത്തെ മോചിപ്പിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. നിങ്ങൾ വിശ്വസ്തയോടെ മുന്നോട്ട് പോവുക. ലോകക്കാർ തള്ളിയാലും ദൈവം നിങ്ങളെ തള്ളുകയില്ല. ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ദൈവഹിതപ്രകാരം ജീവിക്കുക.